തോമസ് ജനിച്ചു വളർന്നത് തുമ്പമൺ എന്ന ഗ്രാമത്തിലാണ്. തുമ്പമൺ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ആണെങ്കിലും പഴയ ആലപ്പി ജില്ലയായിരുന്നു. 42 വർഷം മുൻപ് കോട്ടയം പട്ടണത്തിൻ്റെ പ്രദേശത്ത് മൂലയിടം പ്രസിദ്ധമായ പൂവന്തുരുത്ത് ഏരിയയിൽ താമസം ആക്കി. ഇപ്പോൾ 38 വർഷത്തെ അബുദാബി ജീവിതം കഴിഞ്ഞ് റിട്ടയർമെന്റ് ജീവിതം നാട്ടിൽ നയിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഏകദേശം 18 വർഷം മുൻപ് ശ്രീമാൻ സണ്ണി പോത്തനെ അബുദാബിയിൽ വെച്ച് പരിചയപ്പെടുവാനും ആ സുഹൃബന്ധം വളരെ കാലം നീണ്ടുപോകുവാനും ഞങ്ങൾ രണ്ടുപേരും രണ്ട് പ്രദേശങ്ങളിലേക്ക് മാറിയെങ്കിലും ആ ബന്ധം ആധുനിക യുഗത്തിൽ കമ്മ്യൂണിക്കേഷൻ വഴി തുടർന്നുകൊണ്ട് ഇരുന്നെങ്കിലും ഏകദേശം 16 വർഷത്തിന് ശേഷം ഇന്ന് ഞങ്ങൾക്ക് നേരിൽ കാണാൻ സർവശക്തനായ ദൈവം ഒരു സാവകാശം കൂടെ തന്നിരിക്കുന്നു. എൻ്റെ സുഹൃത്ത് സെന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അക്കാലത്ത് പറയുവാണെങ്കിൽ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തി ആണ്. പുള്ളിയുടെ സാക്ഷ്യം പലരും കേട്ടിട്ടുണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സ്വർഗത്തോളം എടുക്കപ്പെട്ട് നെടുങ്ങാടിപ്പള്ളിയിലെ ശവക്കല്ലറയിൽ കിടക്കുന്നതായിട്ട് കണ്ട വ്യക്തി ഇന്ന് ഞങ്ങൾക്ക് നേരിൽ കാണുവാൻ 17 വർഷങ്ങൾക്ക് ശേഷവും അവസരം ഉണ്ടാക്കിത്തന്ന കർത്താവ് യേശുക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു തെളിവായി തീർന്നിരിക്കുകയാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. ശനിയുടെ ആശുപത്രി ജീവിതത്തിൽ ഓരോ ദിവസത്തെയും പുരോഗതി അറിയാവുന്ന, വ്യക്തിപരമായി അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ദിവസവും ഒഴിവു സമയങ്ങളിൽ ആശുപത്രിയിൽ പോയി കാണുകയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടുന്ന ആശ്വാസങ്ങൾ കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ തുടർന്ന് രോഗവിമുക്തനായി കിടക്ക വിട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ആ കൂട്ടായ്മ യോഗത്തിലേക്ക് കടന്നു വരുവാനും അതിലൂടെ സഭയുടെ പ്രവർത്തനങ്ങളിലും ശുശ്രൂഷകളിലും തുടർന്ന് വരുവാനും സർവശക്തനായ ദൈവം സാവകാശം ഒരുക്കി കൊടുത്തതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ആയിരുന്നെങ്കിലും മിക്ക സമയങ്ങളിലും വാട്സപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ അയച്ചുകൊണ്ടുവരുന്ന ഞങ്ങളുടെ ബന്ധം തുടർന്നുകൊണ്ടേ ഇരുന്നു. സ്വന്തം തമ്മിലുള്ള ബന്ധം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോവുകയെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തുടങ്ങി വെച്ച ആ സ്നേഹബന്ധം ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നത് ഞങ്ങൾ രണ്ടുപേരും സന്തോഷവരാണ്. ദൈവത്തിന് കോടാനുകൂടി സ്തോത്രങ്ങൾ ഈ സമയത്ത് അർപ്പിച്ചുകൊള്ളുന്നു. എന്നെ ഈ പ്രദേശത്ത് വന്നപ്പോൾ അതിന് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു, കാണിച്ച സന്മനസ്സിന് നന്ദി അർപ്പിക്കുന്നു. 1 വർഷമായിട്ട് ഞാൻ ഏകാന്തത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എന്നെ വന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നതിന് നന്ദി അർപ്പിക്കുന്നു. ഇന്നേക്ക് 13 മാസം മുൻപ് എൻ്റെ സഹധർമ്മിണി ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് ഇരിക്കുന്നുവെന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. ആ വേർപാട് ദുഃഖ ദിവസം എങ്ങനെയോ ആയിരുന്ന സെന്നി മാധ്യമങ്ങളിൽ കൂടെ ഈ വാർത്ത അറിയുകയും അവിടെ നിന്ന് നേരിട്ട് എന്നെ വിളിക്കുകയും ചെയ്ത് എന്നെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. കൂടാതെ ഷൈനിയും ക്രിസ്റ്റീനായും മക്കളുമെല്ലാം അവരെല്ലാം ഞങ്ങളുടെ സ്നേഹ സന്ദേശങ്ങൾ ഒരു വട്ടം കൂടി ഞാൻ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാവുന്നുള്ള പ്രത്യാശയിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നന്ദിയും ഈ സമയത്ത് ഞാൻ അർപ്പിക്കുന്നു.
എൻ്റെ തുമ്പമൺ ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ, അച്ഛൻ കോവിലാറിൻ്റെ അടുത്ത തീരത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ചെറുപ്പകാലങ്ങളിൽ ഞങ്ങളുടെ വിനോദം ഈ ആറ്റിൽ വെള്ളത്തിൽ ചാടി കളിക്കുക എന്നുള്ളത് ആയിരുന്നു. ഒഴിവ് ദിവസങ്ങളിൽ പൂർണ്ണ സമയവും ആറ്റിലായിരിക്കും. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ശകാരവും പീഡനവും ഇഷ്ടം മാറി അതിനെ കിട്ടിയിട്ടുമുണ്ട്. മീൻ പിടിക്കുക, അക്കാലങ്ങളിൽ ഇപ്പോൾ കേരളത്തിൽ നിരോധിച്ചിരിക്കുന്ന തോട്ടായിടുക എന്ന് പറയുന്നൊരു ഹോബി ഉണ്ടായിരുന്നു. അത് സ്വയം ഉണ്ടാക്കി വെള്ളത്തിൽ കൊണ്ടിട്ട് മീൻ പിടിക്കുക എന്നുള്ളതൊക്കെ ഞങ്ങളുടെ ഒരു ഹോബിയായിരുന്നു ആ കാലങ്ങളിൽ. ആ ബാല്യകാലങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വിദേശയാത്ര തുടങ്ങുന്നത്. 74-ാമത്തെ വയസ്സിൽ കേരളം വിട്ട് ബോംബെയിലേക്ക് ട്രെയിൻ കയറിയതും അവിടെ നിന്ന് 1973 ഡിസംബർ 26-ാം തീയതി അബുദാബിയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്തു. 31-ാം തീയതി രാത്രിയിൽ ദുബൈയിൽ ചെന്ന് ഇറങ്ങി. ഞങ്ങളുടെ കൂടെ ഏകദേശം 1200-ഓളം യാത്രക്കാരുണ്ടായിരുന്നു. ഒമാൻ, ദുബൈ, കുവൈറ്റ്, ബഹ്റിൻ ഇത്രയും സ്ഥലങ്ങളിലേക്ക് ഉള്ള യാത്രക്കാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ആ കപ്പൽ യാത്രയിൽ പരിചയപ്പെട്ട് പല മുഖങ്ങളും ഉണ്ടായിരുന്നു, പലയിടത്തും വെച്ച് കണ്ടിട്ടും ഉണ്ടായിരുന്നു. അതിൽ ഒരു വ്യക്തിയെ പറ്റി പറയാതിരിക്കുവാൻ സാധിക്കുകയില്ല. ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്ത് അബുദാബി പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ അവസരം കിട്ടാതെയും മുഖച്ഛായ മറന്നു പോകുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്ന് ലോകം അറിയപ്പെടുന്ന ലുലു മാളിൻ്റെ ഉടമസ്ഥനായ ശ്രീമാൻ യൂസഫ് അലി. യൂസഫ് അലി സാറിനെ നേരിട്ട് കാണാൻ 1-2 അവസരം അബുദാബിയിൽ വെച്ച് സാധിച്ചുവെങ്കിലും അന്ന് എൻ്റെ അസൗകര്യം കാരണം അന്ന് പോകാൻ സാധിക്കാതെയും ഇരുന്നു. എന്നാൽ യൂസഫ് അലി സാറിൻ്റെ സണ്ണിലോ ഡോക്ടറും ഞാനുമായിട്ട് നല്ല സുഹൃബന്ധത്തിൽ ആയിരുന്നു. ഞങ്ങൾ ഈ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു ദിവസം നേരിൽ കാണിക്കാൻ അവസരം ഒരുക്കാമെന്ന്. പക്ഷേ ആഗ്രഹങ്ങൾ ആണെങ്കിലും നടക്കാതെ പോയി ആ കാര്യം എന്ന് പറയുന്നതാണ് നല്ലത്. 94-ൽ അവിചാരിതമായി തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് ഒരു വൈദികനെ കാണുവാനും, ഒരു ക്രിസ്ത്യൻ വൈദികൻ എന്നുള്ള നിലയിൽ എനിക്ക് മുൻപോട്ട് ചെന്ന് സ്വയം പരിചയപ്പെടുത്തി എവിടെ പോകുന്നുവെന്ന് ചോദിച്ചുടനെ ഞാൻ അബുദാബിക്ക് പോകുകയാണ്, അവിടുത്തെ CSI ചർച്ചിൻ്റെ വികാരിയായിട്ട് പോകുകയാണ് എന്ന് പറഞ്ഞു. അവൾ എൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലീവിന് വന്നിട്ട് തിരിച്ചു പോവുകയാണ്, ഞാൻ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ഒരു ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അബുദാബി വികാരിയായിരിക്കുന്നത് ഫാദർ ജോൺസൺ ജോർജാണ്. ഞങ്ങൾ വ്യക്തിപരമായിട്ട് നല്ല അടുപ്പത്തിൽ ആയിരുന്നു. ആ യാത്ര ഞാനും വൈദികനുമായിട്ട് അബുദാബിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അബുദാബി എയർപോർട്ടിൽ വൈദികനെ സ്വീകരിക്കാൻ വന്നവർ എല്ലാം എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും പലരും ഉണ്ട്. പക്ഷെ ഞങ്ങൾ സഭാപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്തത് കൊണ്ട് ഏത് സഭക്കാരാണെന്ന് അറിയുകയില്ലായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു, ഈ അച്ഛനെ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതാണ്, അച്ഛനെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് പോയി ടെലിഫോൺ നമ്പറും വാങ്ങിച്ച് അതിൻ്റെ അടുത്ത ആഴ്ച മുതൽ എൻ്റെ പള്ളിയിൽ പോക്ക് CSI സഭയിലോട്ട് ആക്കി തീർത്തു. അങ്ങനെ ആ പള്ളിയിലെ ശുശ്രൂഷകൾ മുൻപോട്ട് പോയി 2-3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഭയുടെ മെമ്പറായി തീരുകയും അടുത്ത
വർഷത്തെ ഭരണസമിതിയിൽ കമ്മിറ്റിയിൽ പ്രവേശിക്കുകയും തുടർന്ന് ഏകദേശം 22 വർഷത്തോളം അബുദാബി സഭയുടെ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുവാനും സർവശക്തനായ ദൈവം അവസരങ്ങൾ തന്നു. ഈ അവസരത്തിൽ തന്നെ നാട്ടിൽ മൂലേടം എന്ന പ്രദേശത്തെ CSI സഭയിൽ ഞങ്ങൾ കുടുംബമായിട്ട് മെമ്പർഷിപ്പ് ആകുകയും സഭാ ശുശ്രൂഷകളിൽ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേ ഇരുന്നു. നാട്ടിൽ വന്നതിന് ശേഷവും തുടർന്നും സഭാപ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുകയായിരുന്നു. ചില ബുദ്ധിമുട്ടുകൾ കാരണം ഒരു വർഷം കൊണ്ട് മാറി നിൽക്കുകയാണ്. ഞങ്ങളുടെ അബുദാബി ജീവിതകാലത്ത് സേവനം അവിടെ ചെയ്യുന്ന വൈദികരെ ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. സഭാ ശുശ്രൂഷയിൽ ഇത്ര കാര്യമായിട്ട് നിൽക്കുന്ന ജോയി അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീസ് കച്ചെറിയാൻ അച്ഛൻ, മാത്യു പോൾ അച്ഛൻ, ചാക്കോ വർഗീസ് അച്ഛൻ, ജോൺ ഐസക് അച്ഛൻ, മാത്യു അച്ഛൻ. മാത്യു അച്ഛൻ വന്ന് 6 മാസം കഴിയുമ്പോഴാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോരുന്നത്. ഞാൻ ഉള്ള സമയത്ത് ഒരു ചർച്ച് അവിടെ പണിയണം എന്ന് അതിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ച് എങ്കിലും ഈ അടുത്ത സമയത്താണ് അത് പൂർത്തീകരിച്ച് പുതിയൊരു ദേവാലയം നിർമ്മിച്ച് അതിൽ ആരാധന നടത്തുവാൻ സാധിച്ചത് എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യം ആണ്. ഇപ്പോഴും സഭയുടെ മറ്റുള്ള ശുശ്രൂഷകളിലും ആയിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ബാബുച്ചായ, വെൽക്കം ടു ഹിസ്റ്റൺ വോയിസ്. ബാബുച്ചായനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. എങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങളൂടെ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ബാബുച്ചാൻ അറിയാമല്ലോ, എനിക്ക് ഇയർ 2000 ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായി. ശേഷം 1 വർഷത്തോളം ഞാൻ റീഹാബിലിറ്റേഷൻ ആയിരുന്നു. തുടർന്നുണ്ടായിരുന്ന ഒരു ആത്മീയ ജീവിതം നിങ്ങളുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് അത് വളർന്നത്. അതിനെപ്പറ്റി ഞാൻ എങ്ങനെയാണ് അവിടെ എത്തിയതെന്നുള്ളത് വിശദീകരിക്കാമോ? തീർച്ചയായും. അത് ശരിയുടെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 എൻ്റെ ഓർമ്മ. ഒരു ദിവസം 2000 അതെ 2000 ഞങ്ങൾ സഭയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന്റെ കുറച്ച് പ്രവർത്തനവുമായിട്ട് ഭവന സന്ദർശനത്തിന് ചെല്ലുമ്പോഴാണ് വ്യക്തിപരമായിട്ട് ശനിയെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ പരിചയപ്പെട്ടു. ഞങ്ങളുടെ ആ വർഷത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഏത് രീതിയിലാണ് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒരു വിശദീകരണം കൊടുക്കുകയും വേണ്ടുന്ന സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാമെന്ന് വാക്ക് പറയുകയും ചെയ്ത് ഞങ്ങൾ പരസ്പരം പിരിഞ്ഞു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രിയ സഹോദരന് ആക്സിഡന്റ് ആയി എന്ന് ഞങ്ങൾ അറിയുന്നതും ഉടൻ തന്നെ സഭയിൽ ആരോ ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞ് അച്ഛൻ അറിഞ്ഞ് അച്ഛൻ ഓരോ മെമ്പേഴ്സിനെയും വ്യക്തിപരമായിട്ട് വിളിച്ചു പറഞ്ഞു, നമ്മുടെ ഒരു സഹോദരൻ ഒരു ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ കിടക്കുന്നുവെന്ന്. പക്ഷെ എല്ലാവർക്കും ജോലി തിരക്ക് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആളിനെ വ്യക്തിപരമായിട്ട് അറിയാൻ സാധിക്കത്തില്ല അവിടുത്തെ ഒരു ജീവിതത്തിൽ. എന്നാൽ ജോലി കഴിഞ്ഞ് ഞങ്ങളും അവിടെ ചെന്ന് വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ICUവിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ഒരു വ്യക്തിയെയാണ് കാണാൻ സാധിച്ചത്. അന്ന് ഞങ്ങളുടെ സഭയിലുള്ള സിസ്റ്റേഴ്സ് തന്നെ പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു, ഒരു പുനർജന്മം പ്രതീക്ഷിക്കേണ്ട, നിങ്ങൾ മറ്റ് ഫോർമാലിറ്റികൾ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൂടാൻ പറഞ്ഞുവെങ്കിലും ഒരു കൂട്ടം ജനങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അന്നേരം കൈകോർത്ത് പിടിച്ചത് ശനി ആ കിടക്കയിൽ നിന്ന് എഴുന്നേക്കുന്നവരെ തുടർന്നു കൊണ്ടു ഇരുന്നു എന്ന് പറയാൻ എനിക്ക് ഒരു മടിയും ഇല്ല.
ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു സമൂഹം മൊത്തം ഉണ്ടായിരുന്നു. ബ്ലഡ് വേണമെന്ന് ആരോ പറഞ്ഞു. സഭയിൽ അന്നേരം തന്നെ അറിയിച്ചു, ബ്ലഡ് കൊടുക്കാൻ തയ്യാറുള്ളവർ ബ്ലഡ് ബാങ്കിൽ വരണമെന്ന്. ഓരോരുത്തരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഞങ്ങൾ അബുദാബി ബ്ലഡ് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പ്രതിനിധിയായിരുന്നു ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ അറബികൾ, പലസ്തീനി, ജോർഡാനികൾ ആണ് ഇരിക്കുന്ന നേഴ്സസ്. ഇതാർക്കാണ് ബ്ലഡ് കൊടുക്കുന്നത്? ഇത് നിങ്ങളുടെ ഇന്ത്യയിലെ വല്ല VIP ആണോന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ അത്ര ഇന്ത്യയിലെ VIP അല്ല, പക്ഷെ ഞങ്ങളുടെ സമൂഹത്തിലെ ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ആ സമൂഹത്തിലെ ആ ആളിന്റെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ മിസീഹിയാണോ? അറബിക് ചോദിച്ചതാണ്. അത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മിസീഹിയാണ്, ക്രിസ്ത്യനാണ്. അപ്പോൾ നിങ്ങളുടെ ക്രിസ്ത്യൻ സഹോദര സ്നേഹം നിങ്ങൾ കാണിച്ചതാണ് അതേന്ന് പറഞ്ഞ് ഞങ്ങൾ പിടിച്ചു. ദൈവത്തിന് ഞങ്ങൾ കൂടെ സ്തോത്രങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ സഹോദരൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഞങ്ങൾ കൊണ്ട് നടന്ന ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. CSIക്കാരെല്ലാം കൂടി വ്യാഴാഴ്ച ദിവസം വൈകിട്ട് കൂടുന്നൊരു ഫെലോഷിപ്പ്. ചെന്നിക്കും അതിൽ വരണമെന്ന് ആഗ്രഹമുണ്ടായി. ഞങ്ങളുടെ പാതയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ യാത്രയുടെ കാര്യം വിഷമം. ശരിക്കും നടക്കാൻ കഴിയത്തില്ല, രണ്ടുപേരുടെ സഹായമില്ലാതെ നടക്കാൻ കഴിയത്തില്ല എന്ന അവസ്ഥയിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് വ്യാഴാഴ്ച ദിവസം ശനിയുടെ വീട്ടിലേക്ക് മാറ്റി. അത് കുറച്ച് ദിവസം കഴിഞ്ഞുവെങ്കിലും ഉടൻ തന്നെ ഞങ്ങൾ പഴയ സ്ഥാനത്ത് തന്നെ പോകുവാനും ശനി അവിടേക്ക് വരുവാനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായി തീരുവാനും സാധിച്ചു. ഞങ്ങളുടെ അബുദാബി ജീവിതം ഓർക്കുവാണെങ്കിൽ അത് എത്ര ദൈവത്തെ സ്തുതിച്ചാലും അതിന് പരിധി ഇല്ല. ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച വ്യക്തികൾ, അവരെ ഓരോരുത്തരെയും ഓർക്കാതിരിക്കാൻ പറ്റുകയില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന കോശി ജോർജ്, കുഴിക്കാല സ്വദേശി, ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. ജോൺ ജേക്കബ് തമ്പാൻ, തിരുവല്ല സ്വദേശി, ഇപ്പം തിരുവല്ലയിൽ തന്നെ. AP ചെറിയാനെങ്കിൽ ഞങ്ങൾ വിളിക്കും, കുടുംബമായിട്ടുണ്ടായിരുന്നു. പക്ഷേ കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവത്തിൽ ആ സഹോദരനും കുടുംബവുമാണ് ബംഗാളി കൊലപ്പെടുത്തിയത്, കോടുകുളഞ്ഞി കൊലപാതകം. ഈ അവസരത്തിൽ അവരെയും ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന അനുസ്മരണം കൂടി സമയത്ത് ഞാൻ നടത്തുന്നു. ഞങ്ങളെ എല്ലാം നടത്തിയ സർവശക്തൻ ഇന്നും ജീവിക്കുമെന്നുള്ളത് ഓർത്തുകൊണ്ട് എന്നെ ഇവിടെ വന്ന് സന്ദർശിക്കുവാൻ സെഞ്ഞി കാണിച്ച സന്മനസ്സിനും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കട്ടെ. താങ്ക് യു ബൈജ. ആ അനുഭവം തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയില്ലെങ്കിലും അതൊരു സാക്ഷ്യം തന്നെയാണ്. ബാബുച്ചാൻ്റെ ഇന്നുള്ള ജീവിതത്തെ പറ്റി ഒരു മിനിറ്റ് ഒരു വാക്ക് പറഞ്ഞു, പിന്നെ കുടുംബത്തിലുള്ളവരെ പറ്റിയോ മക്കളെയും ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ ഇന്റർവ്യൂ നിർത്താം. എന്നെ പറ്റി വ്യക്തിപരമായിട്ട് പറയാനാണെങ്കിൽ ഞാൻ 13 വർഷമാകാൻ പോന്നു. ഞാൻ അബുദാബിയിൽ നിന്ന് റിട്ടയർമെന്റ് ആയിട്ട് ഇവിടെ വന്നു. മക്കൾ 2 പെൺമക്കൾ, അവർ മൂലയിടത്തും ഒരാൾ എറണാകുളത്തുമായിട്ട് താമസിക്കുന്നു. പിള്ളേരുടെ ആഗ്രഹപ്രകാരം ഒരാൾക്ക് ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞ് ഒരു ചെറിയ ബിസിനസ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ തുടങ്ങി. അത് വലിയ പ്രയാസങ്ങളില്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന അവസരങ്ങളിലാണ് കൊറോണയും ലോക്ക്ഡൗണും വന്നത്. പ്രതിസന്ധികളിൽ ആയി. ആ സമയത്ത് എനിക്ക് ഹാർട്ടിൻ്റെ ഒരു തകരാറുണ്ടായി. അതിൽ നിന്ന് ദൈവം വിടുവിച്ചു. അതേ അവസരത്തിൽ തന്നെ വൈഫിനും ഡയബറ്റീസിൻ്റെ അസുഖത്താൽ കാലിന് ഇച്ചിരി പ്രയാസങ്ങളുണ്ടായി. ഒരു വിരല് മുറിച്ച് കളയേണ്ട ഒരവസ്ഥയും ഉണ്ടായി.
തുടർന്ന് പല പ്രതിസന്ധികളുടെ മുന്നോട്ട് പോയിരുന്നു എങ്കിലും തളർന്നു പോകാതെ മുന്നോട്ട് ഞങ്ങളെ സർവദക്ഷ നടത്തിയെന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. ഇന്നേക്ക് 13 മാസം മുമ്പ് എൻ്റെ സഹധർമ്മിണി ഈ ലോകത്തോട് വിട പറഞ്ഞു. നിത്യയുടെ തീരത്തെ കാണാമെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ മുൻപോട്ട് പോകുന്നു. ദൈവം കൃപ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പത്തോ ഇതും ഒന്നുമല്ല. അന്ന് ശവമടക്ക് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വന്നവർക്ക് ഒരു വാക്ക് പറയണമെന്ന് വൈദികൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പറയാമെന്ന് പറഞ്ഞു. ദൈവം ചെയ്ത കൃപയെന്ന് പറയുന്നത് എൻ്റെ ഭാര്യയെ രോഗിയായി കിടക്കയിൽ കിടത്താതെ ആ സമയത്ത് വിളിച്ചു വേർതിരിച്ച് കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞതിന് നന്ദി അർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ഒരു അവസ്ഥയിൽ ശയ്യയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ ഒന്നും പ്രവർത്തിക്കാതെ വരും. ഞങ്ങളുടെ ബാധ്യതകൾ കൂടിക്കൊണ്ടേ ഇരിക്കും. എന്നാൽ ഞങ്ങൾക്കെല്ലാവർക്കും ശുശ്രൂഷിക്കാനുള്ള അവസരം തന്ന് ഏകദേശം 48 മണിക്കൂറിൽ കൂടുതൽ രോഗശയ്യയിൽ കിടത്താതെ ആ ഓട്ടം തികച്ച് നിത്യതയിലേക്ക് വിളിച്ചു ചേർത്ത് സർവശക്തിയോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അർപ്പിക്കാതിരിക്കാൻ പറ്റുകയില്ല. തുടർന്നും ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ബിസിനസ് കാര്യങ്ങളിൽ പൂർണ്ണ സമയവും ചെലവഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ശനിയെ കാണാൻ സാധിച്ചതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാംശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പേരെടുത്ത് പറയാനാണെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏകദേശം ഒരു 10-30 പേര് കൂടുതൽ ഉണ്ടായിരുന്നു. പലരിപ്പോഴും അബുദാബിയുടെ പ്രദേശത്ത് തന്നെയുണ്ട്, ചിലർ നാട്ടിൽ ഉണ്ട്. ഇപ്പോഴും ആ സ്നേഹബന്ധം അന്ന് കോർത്തിട്ട ആ ഒരു കണ്ണി ചെയിൻ ഇന്നും അത് പൊട്ടാതെ തുടർന്നുകൊണ്ട് പോകുന്നു. അതിൻ്റെ തലയ്ക്കൽ നിൽക്കുന്നത് ക്രിസ്തുവാണെന്നുള്ള ഒറ്റ ഉറപ്പിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ Thank you so much. Thank you so much, Bhavchan. We'll see you again. ഞാൻ അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം, മൂലം സ്വദേശിയാണ്. ഞാൻ ബാവുച്ചാനുമായുള്ള ബന്ധത്തിലാണ് ഈ ബ്രദർ സെന്നിയെ പരിചയപ്പെടുന്നത്. ഹൂസ്റ്റണിൽ എനിക്ക് ചെറിയ പരിചയങ്ങളേ ഉള്ളൂ. അതായത് എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ 5 വർഷക്കാലം ഡയോസിസ് സൺഡേ സ്കൂൾ ഓഫീസിൽ സെക്രട്ടറിയായി വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് ഹൂസ്റ്റണുമായി ബന്ധപ്പെട്ട സൺഡേ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവിടുത്തെ അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് ബുക്സ് വാങ്ങുന്നതിനും മറ്റുമായിട്ട് വന്നുകൊണ്ടിരുന്നത് പ്രൊഫസർ സക്രിയമ്മൻ സാറും സാറിൻ്റെ വൈഫും ആയിരുന്നു. അപ്പോൾ അവരെ വ്യക്തിപരമായിട്ട് അറിയാം, അല്ലാതെ ഫോണിലൂടെ അവിടുത്തെ പലരുമായി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധമാണ് ഹൂസ്റ്റണുമായിട്ടുള്ളത്. ഇപ്പോൾ 5 വർഷത്തിന് ശേഷം ഞാൻ നേരത്തെ LLB ചെയ്ത് ഇപ്പോൾ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. സൺഡേ സ്കൂൾ ഓഫീസിലെ ജോലി നിർത്തി അങ്ങനെ പോകുന്നു. എനിക്ക് ഭാര്യയും 2 പെൺമക്കളുമാണ്. അവർ വിവാഹം കഴിഞ്ഞ് ഞാൻ 4 കൊച്ചുമക്കളുടെ അപ്പച്ചനാണ്. അതുപോലെ മക്കളൊക്കെ സെറ്റിൽഡാണ്. വൈഫ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആയിരുന്നു. പള്ളം CMC നിന്നാണ് റിട്ടയർ ചെയ്തത്. അതിനു മുമ്പ് മുണ്ടക്കയം, നെടുങ്ങാനപ്പള്ളി എന്നീ സ്കൂളുകളിലും ഹെഡ്മിസ്ട്രസ്സായിട്ട് സേവനം ചെയ്തു. പ്രവർത്തനം തുടങ്ങിയത് ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു. ഞങ്ങൾ ആദ്യകാല സർവീസ് നാഗാലാൻഡിലായിരുന്നു. അവിടെ ഒരു 10-20 വർഷം ജോലി ചെയ്ത ശേഷമാണ് ഇവിടെ CSIയുടെ സ്കൂളിൽ CMS സ്കൂൾസിൽ വന്ന് ജോയിൻ ചെയ്തതും പ്രവർത്തിച്ചതും. ഇപ്പോൾ ദൈവവേലയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പള്ളി കമ്മിറ്റികളിലും അതിന് മറ്റ് പ്രവർത്തനങ്ങളിലുമൊക്കെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു. Thank you so much. ഞാൻ ബാബു തോമസ്. ജനിച്ചു വളർന്നത് തുമ്പമൺ എന്ന ഗ്രാമത്തിലാണ്.
തുമ്പമൺ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ആണെങ്കിലും പഴയ ആലപ്പി ജില്ലയായിരുന്നു. 42 വർഷം മുൻപ് കോട്ടയം പട്ടണത്തിൻ്റെ പ്രദേശത്ത് മൂലയിടം പ്രസിദ്ധമായ പൂവന്തുരുത്ത് ഏരിയയിൽ താമസം ആക്കി. ഇപ്പോൾ 38 വർഷത്തെ അബുദാബി ജീവിതം കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് ജീവിതം നാട്ടിൽ നയിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഏകദേശം 18 വർഷം മുൻപ് ശ്രീമാൻ സെന്നി പോത്തിനെ അബുദാബിയിൽ വെച്ച് പരിചയപ്പെടുവാനും ആ സുഹൃബന്ധം വളരെ കാലം നീണ്ടുപോകുവാനും ഞങ്ങൾ രണ്ടുപേരും രണ്ട് പ്രദേശങ്ങളിലേക്ക് മാറിയെങ്കിലും ആ ബന്ധം ആധുനിക യുഗത്തിൽ കമ്മ്യൂണിക്കേഷൻ വഴി തുടർന്നുകൊണ്ട് ഇരുന്നെങ്കിലും ഏകദേശം 16 വർഷത്തിന് ശേഷം ഇന്ന് ഞങ്ങൾക്ക് നേരിൽ കാണാൻ സർവശക്തനായ ദൈവം ഒരു സാവകാശം കൂടെ തന്നിരിക്കുന്നു. എൻ്റെ സുഹൃത്ത് സെന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അക്കാലത്ത് പറയുവാണെങ്കിൽ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തി ആണ്. പുള്ളിയുടെ സാക്ഷ്യം പലരും കേട്ടിട്ടുണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സ്വർഗത്തോളം എടുക്കപ്പെട്ട് നെടുങ്ങാടിപ്പള്ളിയിലെ ശവക്കല്ലറയിൽ കിടക്കുന്നതായിട്ട് കണ്ട വ്യക്തി ഇന്ന് ഞങ്ങൾക്ക് നേരിൽ കാണുവാൻ 17 വർഷങ്ങൾക്ക് ശേഷവും അവസരം ഉണ്ടാക്കിത്തന്ന കർത്താവ് യേശുക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു തെളിവായി തീർന്നിരിക്കുകയാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. ശനിയുടെ ആശുപത്രി ജീവിതത്തിൽ ഓരോ ദിവസത്തെയും പുരോഗതി അറിയാവുന്ന, വ്യക്തിപരമായി അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ദിവസവും ഒഴിവു സമയങ്ങളിൽ ആശുപത്രിയിൽ പോയി കാണുകയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടുന്ന ആശ്വാസങ്ങൾ കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ തുടർന്ന് രോഗവിമുക്തനായി കിടക്കപ്പെട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ആ കൂട്ടായ്മ യോഗത്തിലേക്ക് കടന്നു വരുവാനും അതിലൂടെ സഭയുടെ പ്രവർത്തനങ്ങളിലും ശുശ്രൂഷകളിലും തുടർന്ന് വരുവാനും സർവശക്തനായ ദൈവം സാവകാശം ഒരുക്കി കൊടുത്തതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ആയിരുന്നു എങ്കിലും മിക്ക സമയങ്ങളിലും വാട്സപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ബന്ധം തുടർന്നുകൊണ്ട് ഇരുന്നു. സ്വന്തം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോവുകയെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തുടങ്ങി വെച്ച ആ സ്നേഹബന്ധം ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും സന്തോഷവരാണ്. ദൈവത്തിന് കൂടാനുകൂടി സ്തോത്രങ്ങൾ ഈ സമയത്ത് അർപ്പിച്ചുകൊണ്ടിരുന്നു. എന്നെ അന്വേഷിച്ച് ഈ പ്രദേശത്ത് വന്നപ്പോൾ അന്ന് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു, കാണിച്ച സന്മനസ്സിന് നന്ദി അർപ്പിക്കുന്നു. 1 വർഷമായിട്ട് ഞാൻ ഏകാന്തത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എന്നെ വന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നതിന് നന്ദി അർപ്പിക്കുന്നു. ഇന്നേക്ക് 13 മാസം മുൻപ് എൻ്റെ സഹധർമ്മിണി ഈ ലോകം വിട്ട് നിത്യത്തിലേക്ക് ഇരിക്കുന്നുവെന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. ആ വേർപാട് ദുഃഖ ദിവസം എങ്ങനെയോ ഹൂസ്റ്റണിലായിരുന്ന സെന്നി മാധ്യമങ്ങളിൽ കൂടെ ഈ വാർത്ത അറിയുകയും അവിടെ നിന്ന് നേരിട്ട് എന്നെ വിളിക്കുകയും ചെയ്തത് എന്നെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. കൂടാതെ ഷൈനിയും ക്രിസ്റ്റീനായും മക്കളുമെല്ലാം അവരെല്ലാം ഞങ്ങളുടെ സ്നേഹ സന്ദേശങ്ങൾ ഒരു വട്ടം കൂടി ഞാൻ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാമെന്നുള്ള പ്രത്യാശയും പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നന്ദിയും ഈ സമയത്ത് ഞാൻ അർപ്പിക്കുന്നു. ഒരു
സംബന്ധിച്ച ഒരു വാക്ക് പറഞ്ഞ്, പിന്നെ കുടുംബത്തിലുള്ളവരെ പറ്റിയോ മക്കളെയും ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ ഇൻ്റർവ്യൂ നിർത്താം. എന്നെപ്പറ്റി വ്യക്തിപരമായിട്ട് പറയാനാണെങ്കിൽ ഞാൻ 13 വർഷമാകാൻ പോന്നു. ഞാൻ അബുദാബിയിൽ നിന്നും റിട്ടയർമെൻ്റായിട്ട് ഇവിടെ വന്നു. മക്കൾ 2 പെൺമക്കൾ, അവർ മൂലയിടത്തും ഒരാൾ എറണാകുളത്തുമായിട്ട് താമസിക്കുന്നു. പിള്ളേരുടെ ആഗ്രഹപ്രകാരം ഒരാൾക്ക് ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞ് ഒരു ചെറിയ ബിസിനസ് പെയിൻറ്റ് ആൻഡ് ഹാർഡ്വെയർ തുടങ്ങി. അത് വലിയ പ്രയാസങ്ങളില്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന അവസരങ്ങളിലാണ് കൊറോണയും ലോക്ക്ഡൗണും വന്നത്. പ്രതിസന്ധികളിൽ ആയി. ആ സമയത്ത് എനിക്ക് ഹാർട്ടിൻ്റെ ഒരു തകരാറുണ്ടായി. അതിൽ നിന്ന് ദൈവം വിടുവിച്ചു. അതേ അവസരത്തിൽ തന്നെ വൈഫിനും ഡയബറ്റീസിൻ്റെ അസുഖത്താൽ കാലിന് ഇച്ചിരി പ്രയാസങ്ങളുണ്ടായി. ഒരു വിരൽ മുറിച്ച് കളയേണ്ട ഒരവസ്ഥ ഉണ്ടായി. തുടർന്ന് പല പ്രതിസന്ധികളുടെ മുന്നോട്ട് പോയിരുന്നു. എങ്കിലും തളർന്നു പോകാതെ മുന്നോട്ട് ഞങ്ങളെ സർവ്വദൃഷ്ടം നടത്തിയെന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. ഇന്നേക്ക് 13 മാസം മുമ്പ് എൻ്റെ സഹധർമ്മിണി ഈ ലോകത്തോട് വിട പറഞ്ഞു. നിശ്ചയുടെ ജീവിതത്തെ കാണാമെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ മുൻപോട്ട് പോകുന്നു. ദൈവം കൃപ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പത്തോ ഇതും ഒന്നുമല്ല. അന്ന് ശവമടക്ക് കഴിഞ്ഞപ്പോൾ വന്നവർക്ക് ഒരു വാക്ക് പറയണമെന്ന് വൈദികൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പറയാമെന്ന് പറഞ്ഞു. ദൈവം ചെയ്ത കൃപയെന്ന് പറയുന്നത് എൻ്റെ ഭാര്യയെ രോഗിയായി കിടക്കയിൽ കിടത്താതെ ആ സമയത്ത് വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞതിന് നന്ദി അർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ഒരു അവസ്ഥയിൽ ശയ്യയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ ഒന്നും പ്രവർത്തിക്കാതെ വരും. ഞങ്ങളുടെ ബാധ്യതകൾ കൂടിക്കൊണ്ടേ ഇരിക്കും. എന്നാൽ ഞങ്ങൾക്കെല്ലാവർക്കും ശുശ്രൂഷിക്കാനുള്ള അവസരം തന്ന് ഏകദേശം 48 മണിക്കൂറിൽ കൂടുതൽ രോഗശയ്യയിൽ കിടത്താതെ ആ ഓട്ടം തികച്ച് നിത്യതയിലേക്ക് വിളിച്ചു ചേർത്ത് സർവശക്തനോടുള്ള നന്ദി തുടർന്നും ഞാനിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ബിസിനസ് കാര്യങ്ങളിൽ പൂർണ്ണ സമയവും ചെലവഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ശനിയെ കാണാൻ സാധിച്ചതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാംശം. ഗൈസ്, ഇവിടെ ഞാൻ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ കണ്ടില്ല ഗൈസ്, ഒരു നല്ല പൊളപ്പം ബുള്ളറ്റ് ഗൈസ്. ഒരു ഓൾഡാണ്, പക്ഷെ എന്നാലും ഇപ്പോൾ ഓൾഡ് വണ്ടീസിനാണല്ലോ ഇത്. അതെ, ഓൾഡ് ഈസ് ഗുഡ് ഗൈസ്. ഒരു ബുള്ളറ്റ്, എന്നാണ് എൻ്റെ പേര്, എലക്ട്ര, ബുള്ളറ്റിൻ്റെ റോയൽ എൻഫീൽഡ് എലക്ട്ര എന്ന് പറഞ്ഞൊരു മോഡലാണ് ഗൈസ്. കാണുമ്പോൾ തന്നെ അറിയാം ഗൈസ്, നല്ല വെയിറ്റ് ഉള്ളൊരു സാധനമാണ്. ഇതൊക്കെ ഓടിക്കണമെങ്കിൽ ബുള്ളറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ 350 എലക്ട്രയാണ് ഗൈസ്. ബുള്ളറ്റ് എലക്ട്ര എന്നാണ് എഴുതിയേക്കുന്നത്. നല്ല വെയിറ്റ് ആണ് ഗൈസ്. നല്ല കാണുമ്പോഴായിരുന്നു ഓൾഡാണ് ഗൈസ്. എഞ്ചിനൊക്കെ ട്വിൻ സ്പാർക്ക് 350 ആണ് ഗൈസ്. ട്വിൻ സ്പാർക്ക് 350 എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴൊന്നും കിട്ടാൻ പറ്റാത്തൊരു മോഡലാണ് ഗൈസ്. ചിലയിടത്തൊക്കെ കിട്ടും, എന്നാലും ഇതൊക്കെ ഇപ്പോൾ കാണാൻ ഭയങ്കര പാടാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക.